അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ റജബ് മാസം ഇന്നത്തെ മഗ്‌രിബോടുകൂടെ നമ്മിലേക്ക് സമാഗതമാകുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ സാധാരണ ദിവസങ്ങളെപ്പോലെ കണ്ടാൽ പോരാ. ഇനിയുള്ള മാസം സാധാരണ മാസത്തിനെ പോലെ കണ്ടാൽ പോരാ. ഇനിയുള്ള മാസം, ഈ വരുന്ന 3 മാസവും തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ രാത്രിയാണ്, നിർണായകമായ മാസങ്ങളാണ്, നിർണായകമായ പകലുകളാണ്. എന്തുകൊണ്ടെന്നാൽ ഇനി അടുത്തൊരു റജബ്, റമളാൻ, ഷഅബാൻ മാസങ്ങളിലേക്ക് നമുക്ക് ആയുസ് ഉണ്ടാകുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഈയൊരു റജബ്, ഷഅബാൻ, റമളാനിലേക്ക് അള്ളാഹു നമുക്ക് ആയുസ്സിനെ നീട്ടിത്തന്നാൽ ഒരുപക്ഷെ ഇതായിരിക്കും നമ്മുടെ അവസാനത്തെ റജബ്, ഷഅബാൻ, റമളാൻ. അപ്പോൾ ഇനിയൊരു മാസം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയൊരു അവസരം നമുക്കില്ല. അതുകൊണ്ട് ഇന്ന് മഗ്‌രിബോട് കൂടെ പരിശുദ്ധമായ റജബ് മാസം സമാഗതമാകുകയാണ്. ഒരു കാരണവശാലും നമ്മൾ നെവർ മൈൻഡായി കണ്ടുകൂടാ. അത്യാവശ്യമായി നമ്മൾ ചൊല്ലേണ്ടുന്ന, ചെയ്യേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊന്ന് ഒരുമിച്ച് ആലോചിക്കാം. കഴിഞ്ഞ റമളാൻ, കഴിഞ്ഞ ഷഅബാൻ, കഴിഞ്ഞ റജബ്, ആ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ ഇന്ന് ഏതോ നാട്ടിൽ, ഏതോ പള്ളി മൈതാനിയിൽ അവർ 6 അടി മണ്ണിലാണുള്ളത്. അവർക്കൊന്നും ഈ റജബ്, ഷഅബാൻ, റമളാനിലേക്ക് ആയുസ്സിനെ നീട്ടിക്കിട്ടിയിട്ടില്ല. നമുക്കും കിട്ടുമെന്നറിയില്ല. കിട്ടിയത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്ന് മഗ്‌രിബോടുകൂടെ നമ്മൾ ചൊല്ലേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വളരെ കൃത്യമായി നിങ്ങൾ ചെയ്താൽ ഇന്നത്തെ ഈ റജബിൻ്റെ ആദ്യത്തെ രാവ് ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. ഈ ആദ്യത്തെ രാവ് മുതൽ വിശുദ്ധ റമളാനിൻ്റെ സുന്ദരമായ കവാടം, അതാണ് റജബ്. ആ കവാടത്തിൽ തന്നെ, തുടക്കത്തിൽ തന്നെ നമുക്ക് സുഹൃതങ്ങളുമായി റബ്ബിലേക്ക് അടുക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാ ഹൈറായ കാര്യങ്ങളും ചെയ്യാനുള്ള വഴികളൊക്കെ എളുപ്പമാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. നേരിട്ട് പലരും കാണാൻ വേണ്ടി ചോദിക്കുന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മളിത് പറയുന്നത്. ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളും അപ്ഡേഷനൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആദ്യമായിട്ട് തന്നെ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹു ഹിലാലു റുഷ്ദിൻ വഖൈർ. നിങ്ങൾക്കൊക്കെ അറിയാം, അതെല്ലാവരും ചൊല്ലാം. എന്താണ് ചൊല്ലേണ്ടത്? മാസപ്പിറു ദൃശ്യമായാൽ ചൊല്ലേണ്ടുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം റബ്ബി വറബ്ബുക്കല്ലാഹു ഹിലാലു റുഷ്ദിൻ വഖൈർ. ഇത് ഒരു 3 തവണ ചൊല്ലാം ആത്മാർത്ഥമായിട്ട്. അത് കഴിഞ്ഞാൽ റജബിൻ്റെ ആദ്യത്തെ രാവിനെക്കുറിച്ച് മഹത്തുക്കൾ എന്താ പറഞ്ഞത്? വബലഗന അന്നഹു കാന യുഖാൽ ഇന്ന ദുആഅ യുസ്തജാബു ഫീ 5 ലയാലിൻ. 5 രാത്രികളിൽ ദുആക്ക് ഇജാബത്തുണ്ടെന്ന് മഹാനരായ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമു കൂടെയായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, 5 രാത്രികളിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അതിൽ ഒരു രാത്രി ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാത്രിയാണ്. വെള്ളിയാഴ്ച രാവിന് ദുആക്ക് ഇജാബത്തുണ്ട്. അതിൽ ആദ്യമായി എണ്ണിയത് അതാണ്. രണ്ടാമത്തത് ലൈലത്തുൽ അദ്ഹ, ബലിപെരുന്നാൾ രാവ്, അന്നും ദുആക്ക് ഇജാബത്തുള്ള രാവാണ്. മൂന്നാമത്തത് ലൈലത്തുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിൻ്റെ രാവ്. നാലാമത്തത് വഅവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിൽ നിന്നുള്ള ആദ്യ രാവാണ്. റജബിൻ്റെ ആദ്യത്തെ രാവ് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു രാവാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും നമുക്ക് വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. റജബിൻ്റെ ആദ്യത്തെ രാവ് ദുആക്ക് ഇജാബത്തുണ്ട്. റബ്ബിനോട് എന്തും ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കൂ, റജബിൻ്റെ ആദ്യ രാവിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. നമ്മുടെ മജ്‌ലിസിൽ വെച്ച് നമ്മൾ ചൊല്ലും. നമുക്ക് പ്രത്യേകമായിട്ട് മജ്‌ലിസ് ഉണ്ടായിരിക്കും. നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് മജ്‌ലിസിലെത്തണം. അതേപോലെ തന്നെ റജബിൻ്റെ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ പാരായണം ചെയ്യുന്നത് വലിയ ബറക്കത്ത് ലഭിക്കാൻ, ഖൈറ് ലഭിക്കാൻ അത് വലിയ കാരണമാകും. ഇപ്പം എത്ര കാര്യങ്ങൾ പറഞ്ഞു? 3 കാര്യങ്ങൾ പറഞ്ഞു. നാലാമത്തത്, ഈ റജബിൽ നമ്മൾ എല്ലാ സമയത്തും നിസ്കാരത്തിൻ്റെ ശേഷവും നിസ്കാരത്തിൻ്റെ മുമ്പും അതേപോലെ തന്നെ എല്ലാ സമയങ്ങളിലും ദുആ ചെയ്യുമ്പോഴൊക്കെ ഒരൊറ്റ ദുആഉം ഈ റജബിൽ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഈ ദുആ ഇല്ലാതെ ദുആ ചെയ്യരുത്. ഏതാണ് ആ ദുആ? ഇവിടെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണുന്നുണ്ട്. ഈ സൈഡിൽ
എന്താണ് ദുആ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. വളരെ സവിശേഷമേറിയ ദുആ ആണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്ന ദുആ ആണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബും ശഅബാനും സമാഗതമായാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, ദുആ ചെയ്യാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ എന്ന് പറയുന്ന വളരെ സവിശേഷമേറിയ ദുആ. ഈ ദുആഇൻ്റെ ഒരു മഹത്വം മനസ്സിലാക്കണമെങ്കിൽ സാധുക്കളായ നാം റമളാനിലേക്ക് അള്ളാഹു ആയുസ്സിനെ നീട്ടിത്തന്നാൽ, അള്ളാഹു നമുക്ക് ആയുസ്സിനെ നീട്ടിത്തരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എത്രയോ ആളുകൾ ഇവിടെ പറഞ്ഞു പോകും. അപ്പോഴാണ് റബ്ബ് നമുക്ക് റമളാനിലേക്ക് ആയുസ്സിനെ നീട്ടി നൽകിയതിലുള്ള വലിയ നേട്ടവും നിഅമത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നിങ്ങൾ നോക്കൂ, 3 കാര്യങ്ങളാണ് ഈ ദുആയിൽ പ്രധാനമായിട്ടുള്ളത്. അതിലൊന്നാമത്തേത് എന്താ? റജബിൽ ബറക്കത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് എന്താ? ശഅബാനിൽ ബറക്കത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തേത് എന്താ? റമളാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ബറക്കത്തുണ്ടാവാനും ആയുസ് നീട്ടിക്കിട്ടാനും വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? നമ്മുടെ രോഗങ്ങൾ മാറണമെങ്കിൽ നമുക്ക് ബറക്കത്തുണ്ടാവണ്ടേ? സാമ്പത്തികമായ ബാധ്യതകൾ വീട്ടണമെങ്കിൽ നമുക്ക് ബറക്കത്തുണ്ടാവണ്ടേ? ഏതു കാര്യത്തിനും നമുക്ക് ബറക്കത്താണ് വേണ്ടത്. മക്കളിൽ ബറക്കത്തുണ്ടാവണം, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവണം, കുടുംബത്തിൽ ബറക്കത്തുണ്ടാവണം, നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ വലിയ ബറക്കത്തുണ്ടാകണം. എന്നാലാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. അപ്പോൾ 4ാമത്തെ കാര്യം, ഏതു സന്ദർഭത്തിലും നമ്മൾ കാണാതെ പഠിച്ച ആ ദുആ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ. ഇനി 5ാമത്തത് എന്താണെന്നറിയോ? 5ാമത്തത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസപ്പിറവി ദൃശ്യമാകാത്തത് കൊണ്ട് ജുമാദൽ ആഖിറ 30 പൂർത്തിയാക്കിയിട്ട് റജബ് 1 ഇന്ന് മഗ്രിബോട് കൂടെ ആരംഭിക്കണം. അങ്ങനെയാണല്ലോ, സൂമു ലിറുഇയത്തിഹി വ അഫ്തിറു ലിറുഇയത്തിഹി എന്ന മാസപ്പിറവ് ദൃശ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ അതിൻ്റെ സൂര്യൻ്റെ അസ്തമയം എപ്പോഴാണ്, ചന്ദ്രൻ്റെ അസ്തമയം എപ്പോഴാണ്, അപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അസ്തമയത്തിനിടയിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ട് സമയം. അതിനനുസരിച്ച് ഇന്ന് മാസപ്പിറവി കാണാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ, എത്ര ശതമാനം പോസിബിലിറ്റി ഉണ്ട്, പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് എത്ര ഭാഗം തിരിഞ്ഞു നോക്കിയാലാണ് ചന്ദ്രൻ്റെ ദൃശ്യം സാധ്യമാകുക, ഇങ്ങനെ തുടങ്ങി സയൻറ്റിഫിക്കലി ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊക്കെ പഠിച്ചു വെച്ചതാണ്. അതടിസ്ഥാനത്തിൽ ഇന്നലെ മാസപ്പിറവി കാണാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിലും നമ്മളത് പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ശരിക്കും മാസപ്പിറവി ദൃശ്യമാകാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം. അതുകൊണ്ടാണ് നമ്മൾ കാണാതിരിക്കുക എന്ന്. അവിടെ കണക്ക് നോക്കിയിട്ട് ഈ പുത്തൻവാദികളൊക്കെ പറയുന്നത് പോലെ കണക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കലല്ല. ചില ആളുകളൊക്കെ നേരത്തെ തീരുമാനിക്കുന്ന കണ്ടിട്ടില്ല, ഇന്ന് മാസപ്പിറവി കാണൂല, അതുകൊണ്ട് നാളെ ആയിരിക്കും ഒന്നെന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കങ്ങനെയല്ല. നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മുടെ ദീന് കൽപ്പിച്ചത് മാസപ്പിറവി കണ്ടില്ലെങ്കിൽ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ റജബിൻ്റെ ആദ്യത്തെ 10 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം ഇത് 100 പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുമെങ്കിൽ ചൊല്ലുക. രണ്ടാമത്തെ 10 സുബ്ഹാനല്ലാഹിൽ അഹദിസ് സ്വമദ് 100 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമെങ്കിൽ ചൊല്ലുക. മൂന്നാമത്തെ 10 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹിർ റഊഫ് എന്നുള്ളത് ചൊല്ലാൻ പറ്റുമോ നോക്കുക, ചൊല്ലുക, നല്ല ഫലം കിട്ടും. അതേപോലെ തന്നെ റജബിൽ സുബ്ഹിക്കും മഗ്രിബിനും ശേഷം 70 പ്രാവശ്യം അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അങ്ങനെ ചൊല്ലണ്ട കേട്ടോ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ,
അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഇത് 70 പ്രാവശ്യം ചൊല്ലാം. ചൊല്ലിയാലുള്ള നേട്ടം എന്താണെന്നറിയോ? അറിയാവുന്നവരൊന്ന് എഴുതി അറിയിക്കുക. നമ്മുടെ മജ്ലിസിലൊക്കെ നമ്മളെപ്പോഴും ചൊല്ലലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. ഇൻഷാ അല്ലാഹ് ഇന്നൊക്കെ എല്ലാവരും മജ്ലിസിൽ വളരെ നേരത്തെ തന്നെ എത്തുക. റജബിൻ്റെ പ്രധാനപ്പെട്ട മജ്ലിസുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റജബിലേക്ക് നമുക്ക് ആയുസ്സിനെ റബ്ബ് സുബ്ഹാനഹു വ തആല നീട്ടിത്തന്നതിന് എല്ലാവരും മനസ്സറിഞ്ഞൊരു 3 തവണ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. റമളാനിലേക്ക് ആയുസ്സിന് അള്ളാഹു നമുക്ക് നീട്ടി നൽകട്ടെ. മനസ്സുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യാം. നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദുആ ചെയ്യണം. ഒരുപാട് ആളുകൾ ദുആ വസിയത്തുകളൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് അള്ളാഹു നമുക്ക് ഈ റമളാനിൽ, ഈ കഴിഞ്ഞ റമളാനിലൊക്കെ നമ്മൾ ഇബാദത്ത് ചെയ്തത് എത്രയാണോ അതിനേക്കാളും സജീവമായിട്ട് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മുടെ അവസാനത്തെ റമളാനാകാതിരിക്കട്ടെ. ഇൻ കേസ് ഇത് അവസാനത്തെ റമളാനാണെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാന് കൊണ്ട് വിജയിക്കാൻ അല്ലാഹു നമുക്ക് ആവത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.